ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ BBAയുടെ പുതിയ റെഗുലേഷൻ, അതായത് 2019 മുതലാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വന്ന ആദ്യത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2019 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡിഫൈൻ CSR. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആണെന്നുള്ള ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഡിഫൈൻ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോർപ്പറേറ്റ് ഫിലാന്ത്രോപ്പി. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സ്ട്രാറ്റജി. Fourth one, explain the term POSDCORB, planning, organizing, staffing, directing, coordinating, controlling and budgeting. ഇത്രയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നേരത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സംഭവം അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് മെൻ്റൽ റെവല്യൂഷൻ. മെൻ്റൽ റെവല്യൂഷനെ കുറിച്ചാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 6th പോയിന്റിൽ ടേം പ്രൈമറി ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തിനാണ് പ്രൈമറി എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ പെർഫോമൻസ് അപ്രൈസൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതുവരെ എവിടെയും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്നുള്ളത്. ഡിഫൈൻ സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. ഇത് വന്നിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡെലിഗേഷൻ, ഇതെല്ലാം ഒരുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ എസ്പിരിറ്റ് ഡി കോപ്സ്. ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ, ഇത് വന്നിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സ് എന്നാൽ ലേറ്റസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. വാട്ട് ആർ ദ 4 P's ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ 4 P's ഏതൊക്കെയാണെന്നുള്ളത്. വാട്ട് ഈസ് ലീൻ മാനേജ്മെൻറ്റ്. ലീൻ മാനേജ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലീന്, കേസ്, ഓപ്പൺ ബുക്ക്. ഇത് വീണ്ടും തൊട്ട് താഴെ തന്നെ അതേ ഇതെന്ന് വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത്. ആൻഡ് 15ാമത്തെ ക്വസ്റ്റ്യനിൽ സ്കാലാർ ചെയിനും ഗാങ് പ്ലാങ്കും. അപ്പോൾ സ്കാലാർ ചെയിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇത്രയും ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് വളരെയധികം റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇത്രയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എത്തിക്കൽ ചോയ്സസ്. എത്തിക്സ് എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ MBO ആൻഡ് MBE. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് പുതിയ മോഡലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ബാക്കിയുള്ള വർഷങ്ങൾ നോക്കുമ്പോൾ MBE കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഇപ്പോൾ നേരത്തെ ഇട്ടയിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ MBE ചോദിച്ചിട്ടുണ്ട്. അതിനെയും A2 ഫസ്റ്റ് ഒക്കെ ഇട്ടയിൽ MBO ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് സ്റ്റാർട്ടിങ്ങിലേ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വാട്ട് എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഡിപ്പാർട്ട്മെൻറ്റേഷൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേഷൻ, ബഡ്ജറ്റിംഗ്, ഈ 5-6 പോയിന്റിനെ കുറിച്ചും ക്വസ്റ്റ്യൻ ഷുവറായിട്ടും വന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിനേതെങ്കിലും ഒന്നിനെക്കുറിച്ച് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ബേസിക് ടൂൾസ് ഓഫ് TQM പ്രോസസ്സ്. റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണ് അതിൻ്റെ ടൂൾസ് ആ പ്രോസസ്സിൽ വരുന്നത്. ആൻഡ് 22ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് മാനേജ്മെൻറ്റ്. ഡിഫൈൻ മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. 23rd ക്വസ്റ്റ്യനിൽ പ്രീ റിക്വിസിറ്റ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മാൻ പവർ പ്ലാനിങ്ങിൽ നിന്നുള്ള ഇത്രയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി essay ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഡിഫൈൻ മാനേജ്മെൻറ്റ്, ഡിസ്കസ് ദ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ആ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ സ്കോപ്പ്, ഇമ്പോർട്ടൻസ് മാനേജ്മെൻറ്റിൻ്റെ. 25ാമത്തെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ടൈലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി. അപ്പോൾ 2019 നമ്മളോട് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. 2022 ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഫെയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 26th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്ലാനിങ്. അപ്പോൾ essay ക്വസ്റ്റ്യനിൽ ഈ ഒരു പോർഷൻ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. ഇവിടെ പ്ലാനിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് 27th ചോദിച്ചു വാട്ട് ഈസ് കൺട്രോളിങ്, എന്തൊക്കെയാണ് അതിൻ്റെ ടെക്നിക്സ്. ഈ 2 essay ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഭാഗം കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് പുതിയ റെഗുലേഷൻ വന്നിട്ട് 2019 മുതലുള്ള 19, 20, 21, 22 4 ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാം. അതേപോലെ ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ ഒന്നും കൂടിയിട്ട് അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് വരാവുന്ന, അതിൻ്റെ മുന്നിലോ പിന്നിലോ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടേമുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ.